So welcome back to our YouTube channel, Kitty's Bravery Vlogs. So ഇന്നത്തെ നമ്മുടെ ഈ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഗാർഡൻ വ്ളോഗാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ് ഇപ്പം നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പനിനീർ റോസ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഫ്ലവർ ആണ്. അതായത് ഓരോ ടൈം, അതായത് മോർണിംഗിൽ ഒരു കളറ്, പിറ്റേ ദിവസം എഴുന്നേക്കുമ്പം ഇറ്റ് ഇസ് എ ഡാർക്ക് പിങ്ക് വെൻട്രിഷ് റോസ്. ഇപ്പം ഞാൻ സൂം ചെയ്ത് കാണിക്കുന്ന ഈ പ്ലാന്റ് വിയറ്റ്നാം ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്ന ജാക്ക് ഫ്രൂട്ട് പ്ലാന്റ് ആണ്. ഇത് പകുതി അതിന്റെ ഗ്രോത്ത് സ്റ്റാർട്ടപ്പ് ആയിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. സോ ഈ കാണുന്ന പ്ലാന്റിന്റെ പേര് സപ്പോട്ട എന്നാണ്. ഇത് തെറ്റി, ഇത് പിങ്ക് മസാൻഡെ. ഇത് എല്ലായിടത്തും കോമൺ ആയിട്ട് കാണപ്പെടുന്ന തെറ്റി എന്ന് പറയുന്ന ഓറഞ്ച് ഫ്ലവർ ആണ്. ഇത് വന്നിട്ട് ഒരു ലാവൻഡർ ബൊഗെയിൻവില്ലയാണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓർക്കിഡിന്റെ ഒരു പ്ലാന്റ് ആണ്. ഇത് ഫുള്ളും ഓർക്കിഡ് ആണ്. ഇതൊരു യെല്ലോ പ്ലാന്റ് ആയിരുന്നു, പക്ഷെ ആ ഫ്ലവർ പോയി. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ്. എന്നിട്ട് നമ്മളപ്പോൾ എല്ലാ ദിവസവും അതിന് വേണ്ട മെഡിസിൻ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇത് നിങ്ങൾ പല വീഡിയോസിലും കാണാമായിരിക്കും. ഇത് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇത് സൺലൈറ്റിന്റെ അടുത്ത് വെച്ചാൽ ഇതെല്ലാം വാടിപ്പോവും. സോ ഇതൊരു സൺലൈറ്റ് കിട്ടാത്തടത്തോട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അത് വിൻഡോയുടെ താഴെയാണ്. ഇത് പണ്ട് തൊട്ട് എല്ലായിടത്തും കാണുന്ന ഒരു ഫ്ലവർ ആണ്. അതായത് അന്തൂറിയം എന്ന് പറയും. ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ആണ്. ഇത് ഓർക്കിഡ് ആണ്. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇതിന്റെ നെയിം ഞങ്ങൾക്ക് അറിയത്തില്ല. ഒരു പുതിയ ആള്, നിങ്ങളെല്ലാവരും ബ്രൂണോയെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇവൻ ബാക്കിലായിരുന്നു. ഇവന്റെ പേര് റിക്കി റോക്ക് എന്നാണ് ഇവന്റെ പേര്. ഇപ്പൊ ബ്രൂണോ ബാക്കിലുണ്ട്. സോ ദെൻ നമ്മുടെ പോണ്ട് ദോണ്ട് കന്യക നിൽക്കുന്നു, എലിഫന്റ് നിൽക്കുന്നു, റാബിറ്റ് നിൽക്കുന്നു, ക്രെയിൻ നിൽക്കുന്നു, പല ടൈപ്പ് ആനിമൽസും, ഒരു മെർമെയ്ഡും, പിന്നെ അതിനെ സറൗണ്ട് ചെയ്ത് കുറേ പ്ലാന്റ്സും. ഇത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് സ്മെല്ലി ഫ്ലവർ എന്ന് വിളിക്കും, ജാസ്മിൻ, മലയാളത്തിൽ മുല്ലപ്പൂ. ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇത് സൺലൈറ്റ് കിട്ടാതെ, ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത രീതിയിലായിട്ട് സിറ്റ് ഔട്ടിന്റെ സ്റ്റെപ്പിലായിട്ടാണ് ഇത് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് പോട്ടിലിരിക്കുന്നതും ഇൻഡോർ പ്ലാന്റ്സ് ആണ്. സൺലൈറ്റിന്റെ ഡയറക്റ്റ് റേസ് കിട്ടാത്ത രീതിയിലായിട്ടാണ് ഇത് വെച്ച്. ഇപ്പം നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. അത് ഹാങ്ങിങ് ചെയ്തിട്ടേക്കുവാണ്. ഇതിന്റെ പേര് പക്കിംഗ് ഓർക്കിഡ്. ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിന്റെ നെയിം എനിക്ക് അറിയത്തില്ല. ഇതെല്ലാം ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. കാർ പോർച്ചിനെ സറൗണ്ട് ചെയ്ത് 4 ഹാങ്ങിങ് പ്ലാന്റ് ഇപ്പം ഇട്ടിട്ടുണ്ട്. കാണിച്ചുകൊണ്ടിരിക്കുക, കണ്ടോ? ചിലത് അങ്ങ് ക്ലൈംബ് ചെയ്ത് ഓഫ് ദ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. ഹാങ്ങിങ് പ്ലാന്റ് ഇതിപ്പം ഞങ്ങൾ സ്റ്റഫ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചെടികളാണ്. അതായത് പോട്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇതുവരെ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചേക്കുവാണ്. ഇതുവരെ അത് വെച്ചിട്ടില്ല. അതായത് അതിൻ്റെ അത് കുത്തി പ്ലാന്റ് ആയിട്ട് വെച്ച്. ഇത് വൈറ്റ് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ്. ദിസ് ഇസ് ഗ്രൗണ്ട് ഓർക്കിഡ്. ആൻഡ് ഈ ഏരിയ ഫുൾ ഗ്രൗണ്ട് ഓർക്കിഡ്സ് ആണ്. ഇത് യെല്ലോ ഗ്രൗണ്ട് ഓർക്കിഡ് ആണ്, പക്ഷെ അതിന് ഇതുവരെ ബഡൊന്നും ആയിട്ടില്ല. ഫ്രൂട്ടിന്റെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഒരു ടയർ, ഒരു പില്ലറിനെ സപ്പോർട്ട് ചെയ്ത് ടയർ. സോ അതിലായിട്ട് ഇത് ക്ലൈംബ് ചെയ്ത് പോവുകയാണ് ഈ ജാക്ക് ഫ്രൂട്ട്. നമ്മൾ കുറച്ച് പയർ നട്ടിട്ടുണ്ട്. അപ്പം ഇതിന് ക്ലൈംബ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണിത്. ഇത് വയലറ്റ് ഗ്രൗണ്ട് ഓർക്കിഡ്സ് ആണ്. പിന്നെ ഏറ്റവും മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഈ പ്ലാന്റ്, അത് ഈ ഓർക്കിഡിൽ എല്ലാ ഡേയ്സിലും ഫ്ലവർ കാണും. അത് ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരും അതിൻ്റെ നമ്പർ ഓഫ് സൈസ്. ഇത് ഞാൻ നേരത്തെ കാണിച്ച പിങ്ക്, അത് ലാവൻഡർ കളർ പോലത്തെ വേറെ ഒരു വൈറ്റ് ആൻഡ് യെല്ലോ ഗോൾഡിഷ് കളർ വരുന്ന മൊസാൻഡയാണ്. അതിനെക്കാട്ടിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് ഓർക്കിഡ് ആണ്. ഗോൾഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഓർക്കിഡ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളേഴ്സ് ഉള്ള റോസ്. ഇത് ഡാർക്ക് റോസ്, അത് ബ്ലാക്ക് റോസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് നേരത്തെ കാണിച്ചിട്ടുള്ള പർപ്പിൾ അല്ല, ഐ തിങ്ക് ജസ്റ്റ് ഒരു പിങ്ക് ആയിട്ടേ ഉള്ളൂ. അത് നേരത്തെ ഒരു പോട്ടിൽ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുവാണ്. ബഡ്സ് കിളുക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇത് നമ്മളിങ്ങനെ താഴെ, അതായത് മിറ്റത്ത് ടൈലിൻ്റെ ഒരു ബ്ലോക്ക് മാറ്റിയിട്ട് എടുത്ത് വെച്ചതാണ് പന. അത് വെച്ചിട്ടേ ഉള്ളൂ. വെള്ളം ഒരിക്കുന്നുണ്ട് എല്ലാവരുടെയും. ഇതൊരു റെഡ് ഫ്ലവറിന്റെ വേറൊരു കാറ്റഗറിയാണ്. ഞങ്ങൾക്ക് ഇതിന്റെ ഒന്നും നെയിംസ് അറിയത്തില്ല. ഇത് ഒരു പിങ്ക് ഫ്ലവർ ആണ്. എല്ലായിടത്തും കാണാം. പിങ്ക് റോസ് ആയിരുന്നു, ബട്ട് എല്ലാം പോയി, ഫോളിങ് സംഭവിച്ചെല്ലാം പോയി. പ്ലാന്റ് ആണ്. നമ്മൾ ജസ്റ്റ് മഡേ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. പോട്ടയിലൊന്നും അല്ല വെച്ചേക്കുന്നത്. ഇത് നേരത്തെ കാണിച്ച ഓറഞ്ച് ഫ്ലവറിന്റെ വേറൊരു ഡിഫറെന്റ് കളർ, പിങ്ക് കളർ തെറ്റിയാണ്. ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റിനൊരു ക്രിസ്മസ് ട്രീയുടെ ലുക്കില്ലേ? എന്നാൽ ഇതാണ് ക്രിസ്മസ് ട്രീ പ്ലാന്റ് എന്നറിയപ്പെടുന്നത്.
ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റെഡ് പനയാണ്, അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ഒരു ഗ്രീൻ പനയാണ്. കുറേ നാളത്തെ വർക്ക് ഇതാണ്. ഇത് ഇപ്പം വളർന്ന് വരുന്നുണ്ട്. ഗ്രാസ് ഹാർവെസ്റ്റിംഗ് ആണ്. ജസ്റ്റ് അതൊന്ന് വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. അത് തന്നെയാണ് വളരെ, നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഇറ്റ് ഇസ് ഗ്രോയിങ് നാച്ചുറലി. ഇത് യെല്ലോ റോസ്, ഒരു പർപ്പിൾ ബ്ലോസം ബോൾസം പോലത്തെ ഒരു ഫ്ലവർ ആണ്. പോട്ടി സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുക. പർപ്പിൾ ഫ്ലവർ ആണ്. അത് മൊത്തം നിറച്ച് പർപ്പിൾ ഫ്ലവർ ഉണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നില്ല. ഇത് വേറൊരു പർപ്പിൾ ഫ്ലവർ ആണ്. ഈ ഫ്ലവറിന്റെ പേര് ആർക്കെങ്കിലും അറിയാവോ? നിങ്ങൾക്ക് ഈ ഫ്ലവറിന്റെ പേര് അറിയാമെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ. ഓക്കെ, ഇതും താര വെച്ചേക്കുവാണേ. പന. ഇത് യെല്ലോ റോസ് ആണ്. ഇത് സ്മോൾ റോസ് ആണ്. ഇത് നേരത്തെ ഞാൻ കാണിച്ച പിങ്കിന്റെ വേറൊരു വൈറ്റ് ഫ്ലവർ ആണ്. ഈ ഫ്ലവർ അറിയപ്പെടുന്നത് സൺഡേ മൺഡേ എന്നാണ്. സൺഡേ മൺഡേസിൽ മാത്രം വരുന്ന ഒരു ഫ്ലവർ ആണിത്. ഇതെന്തുവാന്ന് ആർക്കെങ്കിലും അറിയാം? ഇത് ഞങ്ങൾ കുറേ തപ്പി കണ്ടുപിടിച്ച ഒരു ഫ്ലവറാണ്. ഗ്രൗണ്ട് ഓർക്കിഡ്, യെല്ലോ ഗ്രൗണ്ട് ഓർക്കിഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ഞങ്ങൾ ഇതിനൊരു അംബ്രല്ലയുടെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അതിന് ക്ലൈംബ് ചെയ്ത് പോകാനായിട്ട്. സോ നെക്സ്റ്റിലേക്ക് പോകാം. ഇത് നമ്മളൊരു മാംഗോ പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. സോ അതിന് വെയിലടിക്കാതിരിക്കാനായി നെറ്റ് വെച്ച് കൊടുത്തേക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇത് നമ്മളെ ഒരു ചെറിയ ഒരു അക്വേറിയം റിങ്ങിൻ്റെ അകത്ത് വെള്ളം നിറച്ച് ജസ്റ്റ് ആൽഗയിട്ട് താമര വളർത്താൻ വേണ്ടി ഇട്ടതാണ്. താമര നന്നായിട്ട് വരാറുണ്ട്, ഞാൻ വീഡിയോയും എടുത്തിട്ടുണ്ട് പണ്ട്. ഇതൊരു റെഡ് ഫ്ലവർ ആണ് ഗൈസ്. സോ ഇതാണ് ഞങ്ങളുടെ വീട്. ഇവിടെ നൈറ്റ്, ഇപ്പം ഇവിടെ ഈവനിങ് ആയി. സോ ഐ തിങ്ക് ഇവിടെ 6 ആയതേ ഉള്ളൂ. സ്റ്റാർട്ടഡ് ടു എന്തുവാ ഡാർക്ക് ആവാൻ തുടങ്ങി. സ്കൈ എല്ലാം ഡാർക്കായിട്ടിരിക്കാൻ. സോ ഇതാണ് നമ്മളുടെ വീട്. ഈ ഗാർഡൻ വ്ളോഗ് നമ്മൾ അവസാനിക്കാൻ പോവാണ്. അടുത്തൊരു വ്ളോഗുമായി വരുന്നതിന് മുമ്പ് സ്റ്റേ ട്യൂൺ. ബൈ.